വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരുടെയും വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എൻ്റെ വിഷുവും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ വിഷുക്കണിയെല്ലാം വെച്ച് സദ്യയെല്ലാം വലിയ ഗ്രാൻഡായിട്ടുള്ള സദ്യ ഒന്നും ഇല്ലായിരുന്നു, എന്നാലും ചെറിയ തോതിൽ സദ്യയൊക്കെ ഒരുക്കി. പിന്നെ സെറ്റ് മുണ്ടെല്ലാം എടുത്ത് ഒരു ചെറിയ ഫോട്ടോഷൂട്ട്. ഇത് എൻ്റെ സന്തോഷത്തിന് ചുമ്മാ എടുത്തെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ 2 മക്കളുണ്ട്. അവരാണ് എനിക്ക് ഈ വക അൽക്കുലത്ത് പണികൾക്കെല്ലാം കൂട്ട് നിൽക്കുന്നത്. അവർ വീഡിയോ ഒക്കെ എടുത്തന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്തെന്ന്. ഇതായിരുന്നു ഞങ്ങളുടെ വിഷുക്കണി. അത് ഞാനൊരിക്കൽ വിഷുക്കണിയാണ്, അത്ര വലിയ ഗ്രാൻഡൊന്നുമല്ല, ചെറിയ തോതിലൊരു വിഷുക്കണി. അത് കഴിഞ്ഞ് വൈകിട്ട് ചാച്ചൻ കമ്പിത്തിരിയും പൂത്തിരി എല്ലാം മേടിച്ചുകൊണ്ട് വന്നായിരുന്നേ. എൻ്റെ മോനായിരുന്നെങ്കിൽ പടക്കം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ചാച്ചൻ എവിടുന്നോ പോയിട്ട്, കടകളൊന്നും ഇല്ലായിരുന്നു, എന്നാൽ ഏതോ കടയിലൊക്കെ തപ്പിപ്പോയി അവന് കുറച്ച് പൂത്തിരിയും കമ്പിത്തിരിയും തലച്ചക്രവും എല്ലാം അവൻ്റെ ഒരു സന്തോഷത്തിന് മേടിച്ച്. അത് കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങളുടെ തൊട്ടുള്ള അമ്പലത്തിലെ വടക്കൻകോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവമാണ്. ഇനി ഞങ്ങൾക്കങ്ങ് 10 ദിവസം ഉത്സവത്തിൻ്റെ ദിവസങ്ങളാണ്. അപ്പോൾ ഇന്ന് 1ാം ഉത്സവമായിരുന്നു. ഇതാണ് ഉത്സവത്തിൻ്റെ പരിപാടികളുടെ ലിസ്റ്റ്. ഈ കാണുന്നതാണ് അമ്പലം. ഞങ്ങളുടെ തറവാടിനോട് ചേർന്നാണ് ഈ അമ്പലം ഉള്ളത്. ഞങ്ങൾ താമസിക്കുന്ന തറവാട്ടിലല്ല, ഇപ്പുറത്താണ്. അമ്പലത്തിൽ തോറ്റംപാട്ടും പിന്നെ എല്ലാം ഉണ്ട്. 10 ദിവസം ഉത്സവമാണ്. 10ാം ദിവസം പത്താവുദയം എന്ന് പറയുവേ. അന്ന് മുടിയുടെ എഴുന്നള്ളത്തും കൊലവാഴ വെട്ടും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് തോറ്റംപാട്ടിന് വേണ്ടിയിട്ട് അവരിയ്ക്കുന്ന ഇരിപ്പിടം ഒക്കെ അവർ ഇത് ചെയ്ത് അവിടെ പൂവൊക്കെ ഇട്ട് പൂജിച്ച്, ആരാണോ അവരുടെ കുടുംബങ്ങളിൽ ഏറ്റവും തലമൂത്ത ആൾ, ആ ആളുടെ നിന്ന് ദക്ഷിണ മേടിച്ചിട്ടാണ് അവർ തോറ്റംപാട്ട് പാടാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അവർ ചോദിക്കുവാണ്, ഞങ്ങൾ തോറ്റംപാട്ട് പാടാനുള്ള ദക്ഷിണ വാങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് വാങ്ങിയ അനുഗ്രഹം മേടിക്കുവാണ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അമ്പലത്തിലെ കൊടിയേറ്റാണ്. കൊടിയേറുന്നത് കാണാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ചാച്ചൻ പറഞ്ഞു കൊടിയേറാൻ കാണാൻ പോകുന്നത് ഇറങ്ങുന്നതും കാണാൻ പോകണം. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും പോയില്ല. കൊടിയേറുന്നത് കാണാൻ ഇതുവരെ പോയിട്ടില്ല. കൊടിയേറുന്നത് മാത്രമേ എല്ലാ വർഷവും കാണാറുള്ളൂ. പിന്നെ കൊടിയേറുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന മാമൻ എല്ലാവരോടും പറഞ്ഞ്, ആർപ്പ് വിളിക്കാൻ അറിയുന്നവർ ആർപ്പ് വിളിക്കണം, കുരവിടാൻ അറിയുന്നവർ കുരവിടണം. സത്യം പറഞ്ഞ് എനിക്ക് കുരവിടാൻ അറിയത്തില്ലായിരുന്നു. ഞാനപ്പോൾ ആർപ്പുവാണ് വിളിച്ചത്. അങ്ങനെ എല്ലാവരും ആർപ്പ് വീറൊക്കെ വിളിച്ച് കുരവയൊക്കെ ഇട്ട് അങ്ങനെ ഉത്സവം കൊടിയേറി. 10 ദിവസം ഉത്സവമാണ്. ഉത്സവത്തിനോടനുബന്ധിച്ച് ഓരോ ദിവസം ഓരോരോ പരിപാടികളുണ്ട് കേട്ടോ. ആദ്യ ദിവസം കഥാപ്രസംഗം, ഇന്നാണെങ്കിൽ ഡാൻസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വെടിക്കെട്ടായിരുന്നേ. വെടിക്കെട്ട് കാണുമ്പോൾ അമ്മ പറയുമായിരുന്നു, പണ്ട് ഏട്ടനെല്ലാം വെടിക്കെട്ട് ഭയങ്കര പേടിയായിരുന്നു. ഈ ഉത്സവ സമയത്ത് വെടിക്കെട്ട് നടക്കുമ്പോഴൊക്കെ ഏട്ടനെടുത്തങ്ങ് ഓടുമായിരുന്നെന്ന്. പക്ഷെ മോനത്ര പേടിയൊന്നുമില്ലായിരുന്നു കേട്ടോ. അവനങ്ങനെ പേടിയില്ല, എന്നാലും ചില കാര്യങ്ങൾക്ക് പേടിയുണ്ട്, എന്നാലും ഇതൊന്നും വലിയ പേടിയൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിന്ന് കുറച്ച് നേരം വെടിക്കെട്ടെല്ലാം കണ്ടു കഴിഞ്ഞ് അന്നദാനം ഉണ്ടായിരുന്നു. അതും കഴിച്ച് വീട്ടിലേക്ക് പോന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.